Methods of Montessori education. Methods of Montessori educationന്റെ അഞ്ചാമത്തെ ഭാഗം, ചാപ്റ്റർ നമ്പർ 2 അഞ്ചാമത്തെ ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വ്യത്യസ്തങ്ങളായ മോണ്ടിസോറി അപ്പാരാറ്റസ് അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്നും EPL എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്നും സെൻസോറിയൽ ആക്ടിവിറ്റീസ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റോറീസ് ആൻഡ് റൈംസ് ആൻഡ് വേസ് ഓഫ് പ്രസൻറ്റേഷൻ. നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ അപ്പാരാറ്റസ് പരിചയപ്പെടുത്തുന്നത് പോലെ തന്നെ ഒരുപാട് കഥകളും പോയമുകളും റൈമുകളും ഒക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ പഠിക്കുന്നത്. നമുക്കറിയാം സ്റ്റോറി ടെല്ലിംഗ് ഹാസ് എ ട്രിമൻഡസ് എഡ്യൂക്കേഷണൽ വാല്യൂ. കഥകൾ എന്ന് പറയുന്നത് വളരെ വലിയ വാല്യൂ ഉണ്ട്, പ്രത്യേകിച്ചിട്ട് ചെറിയ കുട്ടികളിൽ. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് റിലാക്സേഷൻ ഫോർ ദ ചിൽഡ്രൻ. ആ കുട്ടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലാക്സേഷനാണ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറീസ് ഹാവ് എ ഗ്രേറ്റ് അപ്പീൽ ടു ചിൽഡ്രൻ. കുട്ടിക്ക് വലിയൊരു റിലാക്സേഷനും വലിയൊരു മനക്കരുത്തുമാണ് അത് നൽകുന്നത്. ഇറ്റ് ഇവോക്സ് ചിൽഡ്രൻസ് ഇൻട്രസ്റ്റ്, ഡെവലപ്പ് ദെയർ കോൺസെപ്റ്റ്സ് ആൻഡ് ലാംഗ്വേജ്. കഥകളിലൂടെ കുട്ടികളുടെ താല്പര്യം വർദ്ധിക്കുന്നു, പുതിയ പുതിയ കോൺസെപ്റ്റുകൾ രൂപീകരിക്കാൻ വേണ്ടി പറ്റുന്നു. ലാംഗ്വേജ് പവർ, വൊക്കാബുലറി പവർ, വേർഡ് പവർ അത് വർദ്ധിക്കുന്നു. ചിൽഡ്രൻ ക്യാച്ച് വാല്യൂസ് ഫ്രം ദ സ്റ്റോറി. പല പല വാല്യൂ, മോറൽ, ഗുണപാഠങ്ങൾ കഥകളിലൂടെ കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നു. കോൺവെർസേഷൻ സ്റ്റൈല്, ഓരോ ആളുടെയും സംഭാഷണ രീതികൾ മനസ്സിലാക്കുന്നു. സ്റ്റോറി ടെല്ലിംഗ് ഈസ് ആൻ ആർട്ട് ആൻഡ് എവ്രി ടീച്ചർ ഷുഡ് ഡെവലപ്പ് ദിസ് ടാലൻറ്റ്. അതൊരു ആർട്ടാണ്. കഥ പറയുന്നത് ഒരു ആർട്ടാണ്. കഥ പറയാന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റില്ല. കഥ പറയുന്നതിനൊരു സ്റ്റൈലുണ്ട്. ഒരാളൊരു കഥ പറയുമ്പം അവിടെ നിന്നിട്ട് അയാൾക്ക് തോന്നിയ അല്ലെങ്കിൽ അയാളുടെ തോന്നിയ ഒരു സ്റ്റൈലിൽ അയാൾ കഥ പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കാക്കയുടെയും കുറുക്കൻ്റെയും കഥ പറയുമ്പോൾ, പണ്ടൊരു കാക്കയുണ്ടായിരുന്നു, കുറുക്കൻ വന്നു, കുറുക്കൻ ഓടി, കുറുക്കൻ്റെ കയ്യിൽ കുറുക്കനെ കാക്കയുടെ വായിലിരുന്ന അപ്പം കണ്ടപ്പോൾ വല്ലാതെ ഇഷ്ടമായി. കുറുക്കൻ വിചാരിച്ചു ഇതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. കുറുക്കൻ കാക്കയോട് പറഞ്ഞു, നീ ഒരു പാട്ട് പാടുമോ? നിന്റെ പാട്ട് കേൾക്കാൻ എന്തു രസമാണ്. കാക്ക പാട്ട് പാടി. കാക്കയുടെ വായിലുള്ള നെയ്യപ്പം താഴെ വീണു. കുറുക്കൻ അതെടുത്ത് ഓടി. കഥ തീർന്നു. ഇതൊരു സ്റ്റൈലല്ല, അതൊരു ആർട്ടാണ്. ഇത് പറയുന്ന സ്റ്റൈലുണ്ട്, നമ്മളത് പഠിക്കും. എവ്രി ടീച്ചർ ഷുഡ് ഡെവലപ്പ് ദിസ് ടാലൻറ്റ്. ഇപ്പോൾ കഥ പറയുന്നത് ഒരു സ്റ്റൈലുണ്ട്. സ്റ്റോറീസ് ക്യാൻ ബി പ്രസൻറ്റഡ് ബിഫോർ ദ ചിൽഡ്രൻ ത്രൂ ക്രിയേറ്റീവ് ഡ്രാമാസ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പപ്പറ്റ്സ്. ഒരുപാട് പാവകൾ, പപ്പറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രാമാറ്റൈസ് ചെയ്തിട്ട് ടീച്ചർ ശരിക്കും ഒരു ആക്ടിങ്ങിലൂടെയാണ് കഥ പറയേണ്ടത്. മക്കളെ, ഞാൻ നിങ്ങൾ ഒരു കഥ പറയട്ടെ. കഥ ഇഷ്ടമാണോ? പണ്ട് ഒരു സ്ഥലത്ത് ഒരു കുറുക്കനും ഒരു കാക്കയും ഉണ്ടായിരുന്നു. ആരുണ്ടായത്? ഒരു കുറുക്കനും ഒരു കാക്കയും. കാക്കയെ കണ്ടിട്ടുള്ളൂ നിങ്ങൾ? കാക്കയുടെ കളർ എന്താ? കുറുക്കനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ കുറുക്കൻ കൂവുക? ഇങ്ങനെ വളരെ രസകരമായി അഭിനയിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കഥകളെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വൈൽ ടെല്ലിങ് എ സ്റ്റോറി എ ടീച്ചർ ഷുഡ് ഒബ്സർവ് ദ ഫോളോയിങ് ഗൈഡ് ലൈൻസ്. നമ്മൾ കഥ പറയുന്ന സമയത്ത് ഒരു ടീച്ചർ, കഥ പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഒരു ടീച്ചർ നിർബന്ധമായും ഈ പറയപ്പെടുന്ന ഗൈഡ് ലൈനുകൾ ഫോളോ ചെയ്യണം. ഒന്നാമത്തേത് സെലക്ഷൻ ഓഫ് ദ സ്റ്റോറി. ഒന്ന്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോറി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഏജ് ഗ്രൂപ്പ് ഓഫ് ദ ചിൽഡ്രൻ. ആ ഏജ് ഗ്രൂപ്പ് നോക്കി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഫോർ സ്മോൾ ചിൽഡ്രൻ സിമ്പിൾ ആൻഡ് ഷോർട്ട് സ്റ്റോറി ഷുഡ് ബി സെലക്റ്റഡ്. ചെറിയ കുട്ടികൾക്ക് ചെറിയ കഥകൾ, സിമ്പിളായിട്ടുള്ള കഥകൾ. പണ്ട് ജൂലിയസ് സീസറിനെ അറിയാമോ? ജൂലിയസ് സീസർ ഇങ്ങനെ കപ്പൽ കടന്നിട്ട് യുദ്ധത്തിന് പോയ വലിയ ചരിത്രവും, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കഥകളൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഫോർ ഓൾഡർ വൺസ് ഇറ്റ് ക്യാൻ ബി ലോങ്ങർ. കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ വലിയ കഥയൊക്കെ പറയാം. ഇഫ് ഇറ്റ് ഈസ് ടു ലോങ്, ഇനി വലിയ കഥയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു പാർട്സ്. അതിനെ ഭാഗങ്ങളാക്കി മാറ്റുക. വെൻ ഐ സേ ദ സെക്കൻഡ് പാർട്ട്, ദ ഫസ്റ്റ് വിൽ ബി റിവൈസ്ഡ്.
ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് രണ്ടാമത്തെ പാർട്ട് പറയുമ്പോൾ ഒരു വലിയ കഥയാണ് പറയുന്നതെങ്കിൽ അതിനെ പാർട്ടാക്കുക. ആദ്യം ഒരു പാർട്ട് പറയുക, എന്നിട്ട് രണ്ടാമത്തെ പാർട്ട് പറയുക. രണ്ടാമത്തെ പാർട്ട് പറയുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്ത പാർട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്യിപ്പിക്കുക. രണ്ടാമത്തത് വേ ഓഫ് ടെല്ലിങ് ദ സ്റ്റോറി. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് പറയുന്ന സ്റ്റൈലാണ്. അതാ ഞാൻ പറഞ്ഞത്, ദ സ്റ്റോറി ഷുഡ് ബി ടോൾഡ് ഇൻ എ വേ ടു സസ്റ്റെയിൻ ദെയർ ഇൻട്രസ്റ്റ്. അവരുടെ താല്പര്യം നിലനിർത്തുന്ന ആ ഒരു സ്റ്റൈലാണ് എന്ത് ചെയ്യുന്നത് ടീച്ചർ കഥ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ടീച്ചർ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ഇങ്ങനെ നിന്നിട്ട് ഞാനൊരു കഥ പറയാം എന്ന് പറയുന്ന രീതിയിലേക്ക് ടീച്ചർ ആവരുത്. ദ സൗണ്ട്സ് ആൻഡ് റൈമിങ് ലൈൻസ് ആർ ടു ബി റിപ്പീറ്റഡ്. ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് ഒരു സ്ഥലത്തൊരു കുറുക്കനും ഒരു കാക്കയും ഉണ്ടായിരുന്നു. ഒരു കുറുക്കനും ഒരു കാക്കയും. ആരാ ഉണ്ടായത്? ഒരു കുറുക്കനും ഒരു കാക്കയും. അപ്പം നമ്മൾ ഇങ്ങനെ പുതുതായിട്ട് റൈം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് പുതിയ വാക്കുകൾ ആ കുട്ടി എന്ത് ചെയ്യും? പഠിച്ചുകൊണ്ടിരിക്കും. വെൻ ദ സ്റ്റോറി വിൽ ബി ടോൾഡ് വൺസ് അഗെയിൻ ദ സെയിം വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഷുഡ് ബി റിപ്പീറ്റഡ്. നമ്മൾ കഥ പറഞ്ഞു കൊടുത്തു, രണ്ടാമതൊരു പ്രാവശ്യം കൂടി കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നേരത്തെ ഉപയോഗിച്ച അതേ വാക്കുകളും ഫ്രേസുകളും തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ദാറ്റ് ദ ചിൽഡ്രൻ വിൽ ഓട്ടോമാറ്റിക്കലി ലേൺ മോർ വൊക്കാബുലറി. എന്നാൽ മാത്രമേ കുട്ടിക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പദങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറീസ് ടു ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്. പല രീതിയിലുള്ള ആളുകൾക്ക്, പല ഏജ് ഗ്രൂപ്പിന് പല രീതിയിലുള്ള സ്റ്റോറികളാണ് കൊടുക്കേണ്ടത്. ഇഫ് ദ ഗ്രൂപ്പ് ഈസ് ഓഫ് സ്മോൾ ചിൽഡ്രൻ, ചെറിയ കുട്ടികളുടെ ഒരു കഥയാണെങ്കിൽ സെൽഫ് സെൻറ്റേർഡ് സ്റ്റോറീസ് ബിൽട്ട് അപ്പ് അറൗണ്ട് ദംസെൽവ്സ് ആൻഡ് ഓൾ ദാറ്റ് ആർ ഫെമിലിയർ ടു ദം. സെൽഫ് സെൻറ്റേർഡ്, അവരുമായി ബന്ധപ്പെട്ട കഥകൾ പറയണം. അത് അവർക്ക് വളരെ ഫെമിലിയറായ കഥകളും ആവണം. അപ്പോഴാണ് ആ കുട്ടി ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ടീച്ചർ ഇത് പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കുട്ടിയെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള സ്റ്റോറികൾ, അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോറികളാണ് ഉപയോഗിക്കേണ്ടത്. ചിൽഡ്രൻ ഓഫ് 5 to 6 years or 5 or 6 years all will be told stories to appeal their imagination. 5-6 വയസ്സുള്ള കുട്ടികളുടെ ഇമാജിനേഷൻ പവർ വർദ്ധിക്കുന്ന തരത്തിലുള്ള കഥകളായിരിക്കണം പറയേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് ലിറ്റിൽ ബോയ്സ്, സ്പേസ് സ്റ്റോറീസ് ക്യാൻ ബി ടോൾഡ്. ഇൻ എ മിക്സഡ് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ദ സ്റ്റോറീസ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ക്യാൻ ബി ടോൾഡ്. ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡ് ആയിട്ടാണെങ്കിലോ അവിടെ കോമൺ ഇൻട്രസ്റ്റുകളുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറയാം. ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ്, ഇനി പെൺകുട്ടികളാണെങ്കിലോ അവർക്ക് ഹോം റിലേറ്റഡ് സ്റ്റോറീസ് റിലേറ്റഡ് ടു ഹോം, കിച്ചൺ, ഡ്രസ്സിങ് വിത്ത് ലേഡി ഓർ ഗേൾ ക്യാരക്ടേഴ്സ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുന്ന ടോയ്സ്, അതിൽ പ്രധാനപ്പെട്ടതാണ് പപ്പറ്റ്, പാവ ഉപയോഗിച്ചുകൊണ്ടാണ് പാവ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ആ കുട്ടിക്ക് ഒരു കുടുംബ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും കുട്ടിയെ നോക്കാനും ഒരു പാവയൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ കാണാം, ആ പാവയെ എടുക്കുന്നു, അതിനെ താരാട്ട് പാടുന്നു, അതിനെ കുളിപ്പിക്കുന്നു ഒക്കെ നമുക്ക് കുട്ടികളിൽ നിന്ന് കാണാൻ പറ്റും അല്ലേ? യെസ്. ഇനി പോയിന്റ്സ് ഓഫ് വാല്യൂ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. ഇനി സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ചില പ്രത്യേകമായി നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ചില പോയിന്റുകൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഒന്നാമത്തത് സെറ്റിലിംഗ് ഡൗൺ. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ സ്റ്റോറി ഓൾ ചിൽഡ്രൻ ഷുഡ് ബി ഗിവൺ ടൈം ആൻഡ് സ്പേസ് ടു സെറ്റിൽ ഡൗൺ കംഫർട്ടബിളി. അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. ടീച്ചർ ഒരു കഥ പറയാണ്, എല്ലാവരും കൃത്യമായി ഇരുന്നല്ലോ. സ്റ്റോറി ഹെൽപ്സ് ദ ചിൽഡ്രൻ ടു അക്കോമഡേറ്റ് വിത്ത് ദ ന്യൂ എൻവയോൺമെൻറ്റ്. പുതിയ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് പരിചയപ്പെടാൻ, അക്കോമഡേറ്റ് ചെയ്യാൻ ഏത് സഹായിക്കുന്നുണ്ട്? സ്റ്റോറി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാൻ എന്ത് വേണം? സമയം അനുവദിക്കണം. നമ്പർ 1. 2. എൻഷുറിങ് കോൺസെൻട്രേഷൻ. സ്റ്റോറീസ് ഹെൽപ്സ് ടു അട്രാക്ട് ചിൽഡ്രൻ ആൻഡ് ഇൻക്രീസ് ദെയർ കോൺസെൻട്രേഷൻ പവർ. കോൺസെൻട്രേഷൻ പവർ കൃത്യമായിട്ട് കുട്ടികൾക്ക് കിട്ടാൻ സ്റ്റോറികൾ ഹെൽപ്പ് ചെയ്യും. ഫോർ ദിസ് വി ക്യാൻ യൂസ് സം ഗ്ലോ പപ്പറ്റ്സ്. നമ്മുടെ ഈ കയ്യിലുള്ള ഗ്ലൗ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്ലൗ പപ്പറ്റ്സ് കണ്ടിട്ടുണ്ടാവും. സ്റ്റിക്ക് പപ്പറ്റ്, ഒട്ടിക്കുന്ന രീതിയിലുള്ള പപ്പറ്റുകൾ, അതേപോലെ കട്ടൗട്ടുകൾ, പിക്ചറുകൾ, സ്റ്റോറി ബുക്കുകൾ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഗ്ലൗ പപ്പറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആക്ടിങ് ഓൾസോ ഡൺ വിത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട്
പെട്ടെന്ന് ആ കാക്ക ഓടിപ്പോയി, കുറുക്കൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എക്സ്പ്രഷൻ നമ്മൾ കാണിക്കണം. ഡ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓർ എലമെന്റ്സ് ഓഫ് ക്രിയേറ്റീവ് ഡ്രാമ വിൽ ഓൾസോ ബി യൂട്ടിലൈസ്ഡ്. ഞെട്ടിപ്പോയി എന്ന് പറയുമ്പോൾ കുറുക്കൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഞെട്ടലൊന്നും ഉണ്ടാവില്ല. മരണം പറയുമ്പോൾ നമ്മൾ മനസ്സിൽ അച്ഛൻ ചത്തിട്ടോ, അച്ഛനെ കുഴിച്ചിട്ടു, അത്ര തന്നെ, പിന്നെന്താ. അങ്ങനെയല്ല, ആ കുട്ടിയുടെ അച്ഛൻ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി. ഞാൻ പറഞ്ഞു വന്നത് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ. സംടൈംസ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബാസ്കഡ് ടു ചെക്ക് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. ക്വസ്റ്റ്യൻ ചോദിക്കുക, അച്ഛനെന്തായി? പണ്ടൊരു രസം ഉണ്ടായിരുന്നു. ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പുറത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുറത്തിരിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾ ഉറക്കെ അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. എന്താണ്, കുട്ടികളെല്ലാം കൂടി മാഷിൻ്റെ അച്ഛനെ വിളിച്ചതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. മാഷിനോട് ചോദിച്ചു, എന്താ മാഷ് സംഭവം? അപ്പോൾ മാഷ് പറഞ്ഞു, വല്ലാത്ത കട്ടായി പോയി സാറേ, ഞാൻ കുട്ടികളെ ഇംഗ്ലീഷ് വാക്ക് പഠിപ്പിച്ചതാ. നോക്കുമ്പോൾ ഇയാൾ ബോർഡിൽ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, ഐ റിമെമ്പർ യുവർ ഫാദർ, എനിക്ക് നിൻ്റെ അച്ഛനെ ഓർമ്മയുണ്ട് എന്ന് അധ്യാപകൻ എഴുതുന്നു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, എന്താണ് മക്കളെ റിമെമ്പർ എന്ന് പറഞ്ഞാൽ? പിള്ളേർ പറഞ്ഞു, അച്ഛൻ, അതാണ് അച്ഛൻ. പിള്ളേർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് ക്യാൻ ബാസ്ക് ടു ചെക്ക് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. There are many other techniques to catch or check their attention. അപ്പോൾ രണ്ട് കാര്യമായി. എൻഷുറിങ് ഹിയറിംഗ്, കുട്ടികൾ കഥ കേൾക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ദ സ്റ്റോറി ഈസ് എ മീൻസ് ഓഫ് ഇൻക്രീസിങ് ലിസണിങ് പവർ. ലിസണിങ് പവർ കൂട്ടാനുള്ള എളുപ്പ വഴിയാണ് സ്റ്റോറികൾ. സോ സ്റ്റോറി ക്യാൻ ബി സെഡ് ഇൻ ഡിഫറെൻറ്റ് വോയിസസ് ആൻഡ് മോഡുലേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ശബ്ദം കൂട്ടി, ശബ്ദം കുറഞ്ഞ്, പെട്ടെന്ന് അപ്പോഴാണ് അയാൾ എന്ത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശബ്ദം കൂട്ടി കുറച്ച്, അതിന് നമുക്ക് ഒരു രീതിയിലുള്ള നാണക്കേടിൻ്റെ ആവശ്യമില്ല. ശബ്ദം കൂട്ടി കുറഞ്ഞ് കൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടീച്ചർമാരൊക്കെ നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പോയമെല്ലാം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സമയത്ത് അവരിങ്ങനെ മെഹ്മൂദ് കീം ഫോർ എ ലോങ് ടൈം കേട്ടിട്ടുണ്ടോ ക്ലാസ്സുകളൊക്കെ അല്ലേ? So story can be said in different voices and modulations. It should be audible to all students. കേൾക്കണം കുട്ടികൾക്ക്. അപ്പോൾ നല്ല ശബ്ദത്തിൽ പറയണം, എന്നാൽ ശബ്ദം കുറച്ചും കൂട്ടിയും വോയിസ് മോഡുലേഷൻ ഉണ്ടാവുകയും വേണം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്, മനസ്സിലാവുന്ന ഭാഷയിലാണ് സ്റ്റോറി പറയേണ്ടത്. സ്റ്റോറി ഈസ് എ മീൻസ് ഓഫ് ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ്. ന്യൂ വേർഡ്സ്, കൾച്ചറൽ ആസ്പെക്ട്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ആർ ഈസിലി അബ്സോർബ്ഡ് ബൈ ചിൽഡ്രൻ ത്രൂ ലിസണിംഗ് ടു സ്റ്റോറീസ്. പുതിയ വാക്കുകൾ, പുതിയ കൾച്ചറുകൾ, പുതിയ കോൺസെപ്റ്റുകളെല്ലാം അബ്സോർബ് ചെയ്യപ്പെടുന്നത് സ്റ്റോറികളിലൂടെയാണ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഫോർ ദിസ് നാച്ചുറൽ, സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ വേർഡ്സ് ആർ ടു ബി യൂസ്ഡ്. അതിനുവേണ്ടി കുട്ടികളോട് പറയേണ്ടത് നാച്ചുറലായ, സിമ്പിളായ, മനസ്സിലാവുന്ന രീതിയിലുള്ള വാക്കുകൾ. അതായത് കല്ലചക്രത്തിൻ്റെ വിടസ്പദമായ ചലച്ചിത്രങ്ങളിൽ കടന്നു നീങ്ങുന്ന ഒരു മനുഷ്യൻ്റെ വിസ്ഫോടനാത്മകമായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പറയും ടീച്ചറിന് ഭ്രാന്താണ്. അണ്ടർസ്റ്റാൻഡിങ് ആവുന്ന ലാംഗ്വേജിലൂടെ മാത്രമേ കഥകൾ പറയാവൂ. യൂസ് വെരി സിമ്പിൾ ആൻഡ് ക്ലിയർ വേർഡ്സ്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കഥകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മോറലാണ്. എല്ലാ കഥകളിലും ഒരു മോറൽ ഉണ്ടാവണം. എന്താണ് മക്കളെ ഈ കഥയുടെ മോറൽ? ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, കളവ് പറയരുത്, ആരെയും ചതിക്കരുത്. ചിൽഡ്രൻ വിൽ അബ്സോർബ് മോറൽസ് ആൻഡ് വാല്യൂസ് ത്രൂ സ്റ്റോറീസ്. അവർ പഠിക്കുന്നത് കഥകളിലൂടെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ റാം, റഹ്മാൻ, അവർ രണ്ടുപേരും ദേ ആർ ഫ്രണ്ട്സ്, ദേ ആർ ഗോയിങ് ടുവേർഡ്സ് എ മാർക്കറ്റ്. അവർ മാർക്കറ്റിലൂടെ പോവുകയാണ്. അപ്പോൾ രാമനും റഹ്മാനും അവർ ഫ്രണ്ട്സാണ് എന്ന് പറയുമ്പം ഒരു മാനവ സൗഹാർദ്ദം, മനുഷ്യനെ സ്നേഹിക്കണം. അവർ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും മതമേതായാലും സ്നേഹിക്കണം എന്നൊരു മെസ്സേജ് പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. which should be understood. So there can be a moral which should be more understandable. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്കോപ്പ് ഓഫ് ഇമാജിനേഷൻ. The words with imaginary scope will be explained in a such a way. When we say about Princess Castle,
we can visualize it through what we can see or hear. The princess castle, ഒരു രാജാവിൻ്റെ രാജ്ഞിയുടെ കോട്ട എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഇമാജിനേഷൻ, നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഇമാജിനേഷൻ, രാജാവിൻ്റെ കോട്ടയും രാജ്ഞിയുടെ കോട്ടയും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇമാജിനേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കഥകൾ ഇമാജിനേഷൻ ഉണ്ടാക്കാനാണ് വിഷ്വലൈസേഷൻ. ആൻഡ് പവർ ഓഫ് തിങ്കിങ്, ദ സ്റ്റോറി വിൽ ഇൻക്ലൂഡ് ചാൻസസ് ഫോർ തിങ്കിങ്. തിങ്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം, ചിന്തിക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ്, ചോദ്യങ്ങൾ ചോദിക്കാം. ഹൗ ക്യാൻ വി സേവ് ദ പ്രിൻസസ് ഫ്രം ദ കാസ്റ്റിൽ, എങ്ങനെ നമുക്ക് നമ്മുടെ കോട്ടക്കകത്തുള്ള രാജ്ഞിയെ ഇപ്പോൾ സംരക്ഷിക്കാം. ഹൗ ടു സേവ് ദ ലിറ്റിൽ റാബിറ്റ് ഫ്രം ദ ലയൺ, ഈ കുഞ്ഞു മുയലിനെ നമുക്ക് എങ്ങനെ സിംഹത്തിൽ നിന്നും രക്ഷിക്കാം. നിങ്ങൾ പറയൂ, ആർക്കെങ്കിലും ഐഡിയ പറയാമോ? പവർ ഓഫ് തിങ്കിങ് ആൻഡ് പവർ ഓഫ് റീസണിങ്. റീസണിങ് പവർ, അത് റീസൺ ചെയ്യാൻ, അതിനെ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാനുള്ള പവർ കൂടി കുട്ടികൾക്ക് ഇട്ടുകൊടുക്കണം. ചിൽഡ്രൻ ഗെറ്റ് റീസണിങ് പവർ ഫ്രം പ്രോബ്ലമാറ്റിക് സ്റ്റോറി. പ്രോബ്ലമുകൾ നിറഞ്ഞ കഥകളിൽ അവർക്ക് റീസണിങ് സ്കിൽ ഉണ്ടാകും. വെൻ വി ഗീവ് സം സൊല്യൂഷൻസ് ഫോർ എ പ്രോബ്ലം, ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ ഓർ മീനിങ്ഫുൾ ടു ദ സ്റ്റുഡൻസ്. ഹൗ ഡിഡ് ദ ഓൾഡ് മദർ എസ്കേപ്പ് ഫ്രം ദ ടൈഗർ? ആ അമ്മ ടൈഗറുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. ക്യാൻ യു സേ ഹൗ ഡിഡ് ഹി ഡിഡ് ഇറ്റ്? ഹൗ ഡിഡ് ഷീ എസ്കേപ്ഡ്? എങ്ങനെയാണ് അവൾ രക്ഷപ്പെട്ടത്? അപ്പോൾ റീസൺ ചെയ്യും, എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ഇംപ്രൂവിങ് വൊക്കാബുലറി. മറ്റൊരു കാര്യം, ഒരു കഥ പറഞ്ഞു കഴിയുമ്പോഴേക്ക് കുട്ടികൾ പുതിയ പുതിയ കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ടാവണം. വൊക്കാബുലറി, സം ന്യൂ വൊക്കാബുലറി ക്യാൻ ബി ഇൻക്ലൂഡഡ് in all stories and the meaning can be explained through the context. In this way, story can be presented for relaxation, enjoyment, developing listening power, language and vocabulary development, and for intellectual power. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ ഓരോ കഥകളിലും ഉപയോഗപ്പെടുത്തുക, പുതിയ വാക്കുകൾ പഠിക്കും. അപ്പോൾ കഥകൾ ശരിക്കും നമുക്ക് കഥകളിലൂടെ റിലാക്സേഷൻ ഉണ്ടാക്കാം, എൻജോയ്മെൻ്റ് ഉണ്ടാക്കാം, ലിസണിങ് പവർ ഉണ്ടാക്കാം, ലാംഗ്വേജ് പവർ ഉണ്ടാക്കാം, വൊക്കാബുലറി പവർ ഉണ്ടാക്കാം, ഇൻ്റലക്ച്വൽ പവർ, ബുദ്ധിപരമായ വികസനം ഉണ്ടാക്കാം. എപ്പോഴും പറഞ്ഞാൽ നമ്മൾ പ്രത്യേകമായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഥകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടീച്ചർ എന്ന രീതിയിൽ കഥകൾ പറഞ്ഞ് പഠിക്കണം. നമ്മൾ വീട്ടിലൊക്കെ റൂമിലൊക്കെ നിന്ന് കഥകൾ ഇങ്ങനെ പറഞ്ഞ് ആക്ട് ചെയ്ത് ഡ്രമാറ്റൈസ് ചെയ്ത് പറഞ്ഞ് ശബ്ദം കൂട്ടി വോയിസ് മോഡുലേഷനൊക്കെ ഉണ്ടാക്കി കഥകളൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും എക്സലൻ്റ് ടീച്ചേഴ്സായിട്ടും ആ ഒരു ആർട്ട്, കഥ പറയുക എന്ന സ്റ്റോറി ടെല്ലിംഗ് ആർട്ട് എന്ന ആർട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു.